കേരളത്തിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കപ്പെടുന്നുണ്ടോ? ശരീഅത്ത് നിയമം നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല ചോദ്യത്തിന് പ്രസക്തി. കാരണം സമസ്ത മേഖലകളിലും ഇസ്ലാമികവൽക്കരണം ആഗ്രഹിക്കുകയാണ്. അതിനകത്തെ ഒരു ഭാഗം മാത്രമാണ് നിയമ സംവിധാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇസ്ലാമിക കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെയുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു സമാന്തരമായ നിയമ സംവിധാന വ്യവസ്ഥ ഇസ്ലാമിക നിയമപ്രകാരം തന്നെ ഉണ്ട്. പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാമിക കോടതികളാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അല്ലെ അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക കോടതികളുണ്ട്. കേരളത്തിലുമുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഔദ്യോഗികമായ തന്നെ സ്ഥിരീകരണമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2010 ജൂൺ മാസം, 2010 കേരളം ഭരിക്കുന്നത് അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ്റെ ഭരണത്തിലെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. ആ സമയത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു ശ്രീ നിലമ്പൂർ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. നമുക്കറിയാമല്ലോ, അദ്ദേഹം വളരെ മതേതരത്വ നിലപാടുമൊക്കെ പ്രസംഗിക്കുകയും പ്രവർത്തികളിലുമൊക്കെ കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് സമൂഹം വിലയിരുത്തുന്നത്. നിലമ്പൂർ MLA ആയിരുന്നു. വളരെ സീനിയറായ കോൺഗ്രസ് നേതാവായിരുന്നു. നിയമസഭയിൽ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ നിന്ന നിപ്പിലല്ല മറുപടി പറയുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരം പോലുള്ള ഒരു വകുപ്പിലെ ചോദ്യങ്ങൾക്ക് ഉത്തരവെന്ന് വെച്ചാൽ ധാരാളം അതിനെപ്പറ്റി അന്വേഷണം നടത്തി കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു ഉത്തരം ഒരു ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറയത്തുള്ളൂ. അത് രേഖയായി മാറുകയാണ്. എല്ലാ കാലത്തെയും രേഖയായി മാറുന്ന ഒരു സംവിധാനമായതുകൊണ്ട് കൃത്യമാണ്. അന്ന് ആര്യാടൻ മുഹമ്മദ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കേരളത്തിലെ ഇസ്ലാമിക കോടതികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. ആര്യാടൻ മുഹമ്മദ് 2010 ജൂൺ മാസം 27 കേരള നിയമസഭയിൽ ഉത്തരം പറഞ്ഞു, കേരളത്തിൽ ഇസ്ലാമിക കോടതി പ്രവർത്തനം കോടിയേരി ബാലകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ 2010 ജൂൺ മാസം 27 കൃത്യമായി ഉത്തരം പറഞ്ഞു, കേരളത്തിൽ ഇസ്ലാമിക കോടതി ഉണ്ട്, അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ തെളിവ് എന്താണ്? ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അക്കാലത്തെ അധ്യക്ഷനായിട്ടുള്ളായിരുന്ന മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഖാദി റഹ്മാൻ എന്നായിരുന്നു. അക്കാലത്തെ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ചെയർമാൻ, അധ്യക്ഷനായിരുന്നു അക്കാലത്ത്. അദ്ദേഹം നിലമ്പൂരിൽ വന്ന് ഈ കോടതി ഉദ്ഘാടനം ചെയ്തു. ദാറുൽ ഖ്വാദ എന്ന പേരാണ് ഇസ്ലാമിക കോടതിക്ക്. അങ്ങനെ ഒരു ഇസ്ലാമിക കോടതി ഉണ്ടെന്ന് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറയുകയും ആ നിയമസഭ രേഖകളിൽ വരികയും ചെയ്ത സാഹചര്യത്തിൽ നമുക്കതിനെ ഇല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അത് കൃത്യമായ ഉത്തരമാണ്. സമാന സ്വഭാവമുള്ള ധാരാളം കോടതി സംവിധാനങ്ങൾ ഈ ഇസ്ലാമിക മതപണ്ഡിതന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക വിഭാഗങ്ങളിൽ ആൾക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ശിക്ഷാ നടപടി, ഇസ്ലാമിക നിയമപ്രകാരം ശരീഅത്ത് നിയമപ്രകാരം വേണമെങ്കിൽ അത് നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമാണ്. 2010 ജൂൺ മാസം 28 ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ 27 നിയമസഭയിൽ ഈ ചോദ്യവും ഉത്തരവും പറഞ്ഞു. 2010 ജൂൺ 28 ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള മാധ്യമങ്ങളൊക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ആരെയും പിണക്കണ്ട എന്ന രീതി കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇസ്ലാമിക കോടതി കേരളത്തിലുണ്ട്. എല്ലാ രംഗത്തും ഇസ്ലാമികവൽക്കരണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ട് കോടതിയിലും അവരുടെ ആധിപത്യം വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ദാറുൽ ഖ്വാദ എന്ന പേരിൽ ഇസ്ലാമിക കോടതി കേരളത്തിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതായത് ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? അതായത് കോടതി ആയിട്ടുണ്ടോ? അതായത് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ സാധാരണ കോടതികൾ പോലെയാണോ? ശരീഅത്ത് കോടതികളാണല്ലോ. ഇസ്ലാമിക നിയമപ്രകാരമുള്ള നീതി നിർവഹണം നടപ്പാക്കുക, ശരീഅത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ, മതപരമായ കുറ്റകൃത്യങ്ങൾ. നമുക്കറിയാം, ശരീഅത്ത് കോടതി ഇല്ലാതായിട്ട് പോലും അപ്രകാരം വിചാരണ ചെയ്യപ്പെട്ടു. മുഹമ്മദ് എന്ന പേര് ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാരണത്താൽ ഒരു അധ്യാപകനെ കയ്യും കാലും വെട്ടിക്കളയാനുള്ള തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ശരീഅത്ത് നിയമമാണ്. ഇടത് കൈയും വലത് കാലും, വലത് കൈയും ഇടത് കാലും തുടങ്ങിയ രീതിയിലൊക്കെയാണ് പ്രയോഗങ്ങൾ നടക്കുന്നത്. അതെന്നേരം ഇല്ലെന്ന് എങ്ങനെ പറയാനൊക്കും? ഇപ്രകാരമുള്ള ഒരു പൊതു സ്വഭാവത്തിൽ പരസ്യമായി കേരളത്തിലെ കോടതികൾ കൂടുന്ന പോലൊന്നും ആയിരിക്കത്തില്ല. രഹസ്യാത്മകമായ രീതിയിലായിരിക്കും ഈ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ശരീഅത്താണ് ബേസിക്കായിട്ട് അവർ എടുക്കുന്ന നിയമം. ആ നിയമം അനുസരിച്ചുകൊണ്ട് കോടതി സംവിധാനം കേരളത്തിലുണ്ട്. ഒരു ഉദാഹരണം നിയമസഭാ രേഖയിൽ ഉണ്ട് എങ്കിൽ അറിയപ്പെടാത്ത എത്രയോ കോടതി സംവിധാനങ്ങൾ ഈ ദാറുൽ ഖ്വാദ എന്ന പേരിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും. അപ്പോൾ അതൊരു അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയല്ലേ? സമാന്തര നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഒരു നിയമവ്യവസ്ഥകളൊക്കെ പലയിടത്തും പറയുന്നുണ്ടല്ലോ. മനുസ്മൃതി ഒക്കെ പറയുന്നുണ്ടല്ലോ. ഈ മനുസ്മൃതി അനുസരിച്ചാണോ ഈ ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ പോകുന്നത്? അല്ല. ഭാരതത്തിൽ എഴുതപ്പെട്ട ഒരു നിയമവ്യവസ്ഥയുണ്ട്. 1950 ജനുവരി 26 ഈ റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. കോടതി സംവിധാനങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല,
എല്ലാവരെയും തുല്യരായി കാണുന്ന നിയമവ്യവസ്ഥയാണ് ഭാരതത്തിലുള്ളത്. ചില സിവിൽ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ നിയമങ്ങൾ മാത്രമേ മതാടിസ്ഥാനത്തിലുള്ളൂ. ഹിന്ദുപക്ഷത്ത് പോലെയുള്ള സംഘടനകൾ പറയുന്നത് ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് തന്നെ വരണം. ഹിന്ദുവിനൊരു നിയമവും ഇസ്ലാമിക വിശ്വാസികൾക്കൊരു നിയമവും ക്രിസ്ത്യാനികൾക്കൊരു നിയമവും വേണ്ട. വ്യക്തി നിയമമാണെങ്കിലും പിന്തുടർച്ചാവകാശ നിയമമാണെങ്കിലും വിവാഹ നിയമമാണെങ്കിലും ഒരൊറ്റ നിയമമാണ് ഭാരതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായ വീക്ഷണം ഭാരതത്തിൻ്റെ ഭരണഘടനയിലുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ വരണം. അല്ലാതെ ഹിന്ദുവിനൊരു കല്യാണം, ഇസ്ലാമിക വിഭാഗക്കാർക്ക് 2 or 3 വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. ഒരു ഹിന്ദു പുരുഷൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ആരിലേക്ക് വരണം, എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, അതേ സമാന സാഹചര്യം മുസ്ലിമിനും ഉണ്ടാകണം, ക്രിസ്ത്യാനിക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ്. അതുണ്ടാകണം. അങ്ങനെ അത് സജീവമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അല്ലാതെ ഓരോ മതവിഭാഗങ്ങൾക്ക് ഓരോ കോടതിയൊന്നും ഈ രാജ്യത്ത് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ളൊരു കോടതി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ഇമാംസ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് ഈ ചില സംവിധാനങ്ങളുണ്ട്. അവരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് അത്തരത്തിൽ. പക്ഷേ ഈ ഇത്തരത്തിൽ കോടതി പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? സർക്കാർ നടപടി എടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പേടിയായിരിക്കും. നിയമസഭാ രേഖയിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് അതിനെപ്പറ്റി അന്വേഷണം നടത്തി എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് സാധ്യതയില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ആയിരുന്നത് കൊണ്ട് തന്നെ. അതെ അതെ അതെ, അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഒരിക്കലും. പക്ഷേ ഇത് അങ്ങനെ ഒരു കോടതി സംവിധാനം പ്രവർത്തിക്കുക, അവർ അതിൻ്റെ ശിക്ഷയും നീതിയും ഒക്കെ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിലേക്കല്ലേ പോവുകയുള്ളൂ? സാധാരണ കോടതിയെ സമീപിക്കുമോ? അതായത് നിയമപരമായിട്ടുള്ള കോടതിയെ. ഈ അടുത്ത കാലത്ത് ചില സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്ലാമിക വിശ്വാസികൾ തമ്മിലുള്ള സിവിൽ കേസുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇസ്ലാമിക വിഭാഗത്തിലെ ഒരു അഡ്വക്കേറ്റ് തന്നെ പേഴ്സണലായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം അവരുടെ ഇടയിൽ ഒരു ഇൻറ്റേർണൽ മെക്കാനിസം നിലവിൽ വന്നു കഴിഞ്ഞു. ചിലപ്പോൾ ഈ കോടതിയുടെ പേരും ഭാഷയും രൂപവും ഒന്നും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നില്ല. ഒരു മുസ്ലിം പള്ളിയുടെ കീഴിലുള്ള ഒരു ജമാഅത്തിൻ്റെ കീഴിലുള്ള 2 ആൾക്കാർ തമ്മിലൊരു തർക്കമുണ്ടാവുകയാണെങ്കിൽ അവരുടെ മതപുരോഹിതന്മാരെ വിളിച്ചിരുത്തി സംസാരിച്ച് അവരുടെ രീതിയിൽ അത് സെറ്റിൽ ചെയ്ത് വിടുകയാണെങ്കിൽ പുതിയ കേസുണ്ടാകില്ല. കാരണം ഇതൊക്കെ സെമറ്റിക് മതങ്ങളായതുകൊണ്ട് അവരുടെ മതപുരോഹിതന്മാർ പറയുന്നത് അവരുടെ അനുയായികളെല്ലാം അനുസരിക്കും, പേടിച്ചുകൊണ്ട് അനുസരിക്കും. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് അപ്രകാരം ഒരു സെമറ്റിക് സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 2 ഹിന്ദുക്കൾ തമ്മിലൊരു പ്രശ്നമുണ്ടായാലും മനുസ്മൃതി എടുത്തു വെച്ചിട്ടൊരു അമ്പലത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനാ നേതാവോ എടുത്തു വെച്ച് മനുസ്മൃതിയിൽ ഈ കുറ്റത്തിന് ഇതാണ് ശിക്ഷ, അതുകൊണ്ട് നിങ്ങൾ നടപ്പാക്കണം എന്ന് ആരും ചെയ്യത്തുമില്ല, നടപ്പാക്കത്തുമില്ല, അതിനുള്ള വ്യവസ്ഥകളുമില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്കുമുണ്ട് ഈ സമാന്തര കോടതി സംവിധാനം, അവർക്കുമുണ്ട്. ആ സംവിധാനത്തിൽ കൂടി വിവാഹമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ ക്രൈസ്തവ സംവിധാനത്തിലും ഇടപെടുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സമാന്തര കോടതി ക്രിസ്ത്യാനികൾക്കുമുണ്ട്, മുസ്ലിങ്ങൾക്കുമുണ്ട്, അവരുടേതായ സംവിധാനത്തിൽ കൂടി അവരുടെ മത നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ കുടുംബ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിവാഹമോചനം ഉൾപ്പെടെയുള്ള, ഇപ്പോൾ അവർ ധാരാളം കോടതികളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംവിധാനത്തിലും ഉണ്ട്. അതായത് അവരുടേതായ രീതിയിൽ മതം പാലിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കേരളം ഈ പറയുന്ന പോലെ ഒരു അറേബ്യൻ നാട് പോലെ അവരുടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി അവർ ഇറങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ ഒരു വളരെ ലോങ് ടേമായ പദ്ധതിയാണ്. 2047 ആകുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം. അതിൻ്റെ സൂചനകളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുത്തു നോക്കൂ. ഓരോ പ്രസ്താവനകളും, ഓരോ സാഹചര്യങ്ങളും, മലപ്പുറം ജില്ലയെ 3 ആക്കണം, എറണാകുളം ജില്ലയെ 2 ആക്കണം, ഞങ്ങളുടെ പ്രാർത്ഥന സഫലമാകണമെങ്കിൽ ഇസ്ലാമിക രാജ്യം വരണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പറയുന്നതിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഇത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെ വന്നാൽ ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് നിയമവ്യവസ്ഥ തന്നെ നിലവിൽ വരും.